നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കോട്ടയം ജില്ലയിലൂടെ. കോട്ടയം ജില്ല സ്ഥാപിതമായ വർഷം 1949 ജൂലൈ 1. അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കോട്ടയം പട്ടണമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം. കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന്റെ പശ്ചാത്തലമായ പുഴ മീനച്ചിലാറാണ്. ഈ നോവലിന്റെ പശ്ചാത്തലമായ ഗ്രാമം ഐമനം. ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കൂടിയ രണ്ടാമത്തെ ജില്ല, ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരി, സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല, ഇതെല്ലാം കോട്ടയമാണ്. വെമ്പലി നാട് എന്ന പേരിൽ കുലശേഖര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശമായിരുന്നു ഇത്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമിളി റോഡ്. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ജന്മസ്ഥലം ഉഴവൂർ. മലയാളത്തിന്റെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം തലയോലപ്പറമ്പ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ സ്വദേശവും തലയോലപ്പറമ്പ് തന്നെ. അഖില കേരള ബാലജനസംഘം രൂപീകരിച്ചത് KC മാമ്മൻ മാപ്പിള. കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കോട്ടയത്താണ്. കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രം ദീപിക. ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോട്ടയത്തു നിന്നാണ്. ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല അതിരമ്പുഴ. കേരളത്തിലെ ആദ്യ കോളേജ് CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ആദ്യ പ്രസ് CMS പ്രസ്. CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. കോട്ടയത്ത് പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ടുനാടകം. ഇത് തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്നു. ചവിട്ടുനാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. പാരാഗ്ലൈഡിങ്ങിന് അനുയോജ്യമായ പ്രദേശമാണ് വാഗമൺ. ഇത് ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്നു. പേട്ടതുള്ളലിന് പ്രസിദ്ധമായ വാവരുപള്ളി സ്ഥിതി ചെയ്യുന്നത് എരുമേലിയിലാണ്. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിത്യപുരം. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. വിശുദ്ധ അൽഫോൺസാമ്മയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി ഭരണങ്ങാനം പള്ളി. കേരളത്തിലെ ആദ്യ സിമന്റ് ഫാക്ടറി ട്രാവൻകൂർ സിമന്റ്സ്. നാട്ടകം കോട്ടയം ജില്ല. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയമാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്ന. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനവും കോട്ടയം തന്നെ. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ ടോപ്പിക്കുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.